ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭൗമിക സിറ്റി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സദ്യ കഴിച്ചു കഴിഞ്ഞാല് അവസാനം നമുക്ക് സദ്യ പൂർണ്ണമായി എന്ന് പറയുന്നത് കുറച്ച് രസം കൂടെ കുടിച്ചു കഴിയുമ്പോഴാണ്. നമ്മൾ മലയാളികൾ ഉണ്ടാക്കുന്ന രീതിക്കുള്ള രസമാണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. രസം പലതരത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കാണിക്കുന്നത് കേരള സ്റ്റൈൽ രസമാണ്. ഞാനിത് അവിടെ ഒരു അടിപൊളി രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മലയാളികൾ ഉണ്ടാക്കുന്ന രീതിക്കുള്ള രസമാണ് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ രസം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. രസത്തിന് ആവശ്യമായിട്ടുള്ള ഈ 3 ചെറിയുള്ളിയാണ് ആദ്യം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണ്ടിട്ട് നമ്മൾ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിഞ്ഞു പോവരുത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയൊരു പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 5 ഒരു 8 ഇല്ലിയോളം നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ഈ ഒരു വലിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഈ ചെറിയുള്ളിന്റെ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചതച്ചിട്ട് ഒരുമിച്ചിട്ട് ഇട്ടിടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് ജീരകം കൂടെ നമുക്ക് ഇതിലിട്ടൊന്ന് അങ്ങനെ ഒന്ന് കുത്തിയെടുക്കട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് മതി. കുറച്ച് ജീരകം കൂടെ നമ്മള് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഒന്ന് ചെറുങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. നന്നായിട്ട് പൊടിഞ്ഞു പോവരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു വന്നാൽ മതി. ഒരു തക്കാളി നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുത്തതാണ്. വാളൻപുളി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് അലിയിച്ചെടുത്തിട്ട് പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചതാണ്. ആവശ്യത്തിന് കടുക്, കറിവേപ്പില, മല്ലിയില ആവശ്യത്തിന്. പൊടികളായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു വറ്റൽമുളക്. ഒരു പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, ഒരു സ്പൂണോളം കടുക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോ നമ്മള് ചതച്ച് വെച്ച ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് 3ഉം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ എല്ലാം പച്ചക്കുത്ത് ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടി ഇതെല്ലാം ഒന്ന് മൂത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രസം ഉണ്ടാക്കുമ്പോ എപ്പോഴും ഇത് ഇങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കരുത്, എപ്പോഴും ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ രസത്തിന് നല്ല മണവും കുറച്ച് ടേസ്റ്റ് കൂടുന്നത്. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണോളം കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണോളം ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ചെറിയൊരു ടീസ്പൂണാണ്.
എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, നമ്മൾ കുരുമുളക് പൊടി ചേർത്തുകൊണ്ട് ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതെല്ലാം ഈ മുളക് പൊടിന്റെ ഒക്കെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഈ തക്കാളിന്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മളിങ്ങനെ അരിഞ്ഞ് ചേർക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി നല്ലതൊന്ന് പേസ്റ്റ് ആക്കി ചേർക്കുന്നതാണ്. ഇതിലേക്ക് കുറച്ചൊരു നുള്ളു മാത്രം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കൂടുതൽ വേണ്ട, ഒരു നുള്ളു മതി. നന്നായിട്ട് മൂത്ത് വന്ന ഈ മസാലയൊക്കെ നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളയ്ക്കണം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ ഇട്ടാലും രസത്തിൽ നല്ലതാണ്. നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാനിത് അവിടെ ഒരു അടിപൊളി രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മലയാളികൾ ഉണ്ടാക്കുന്ന രീതിക്കുള്ള രസമാണ് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്.